കോഴിക്കോട് കോർപ്പറേഷനിലെ UDF മേയർ സ്ഥാനാർത്ഥി PM നിയാസിന്റെ തോൽവിയിലെ കോൺഗ്രസ് അന്വേഷണ റിപ്പോർട്ടിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ. തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോഴിക്കോട് DCCക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. പ്രാദേശിക പ്രവർത്തകരെ ബലിയാടാക്കാൻ സമ്മതിക്കില്ലെന്നും ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥിയും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM നിയാസിന്റെ ദയനീയ തോൽവി കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. നിയാസിന്റെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ 2 അംഗ അന്വേഷണ സമിതിയെ കോഴിക്കോട് DCC ചുമതലപ്പെടുത്തിയിരുന്നു. വാർഡിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയതറിഞ്ഞില്ല, പുതിയ വോട്ടർമാരെ ചേർക്കാൻ വാർഡ് കമ്മിറ്റിക്ക് വീഴ്ച പറ്റി തുടങ്ങിയ കണ്ടെത്തലുകളാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ VM വിനു പിന്മാറിയ കല്ലായി ഡിവിഷനിലടക്കം വിജയസാധ്യതയുള്ള സീറ്റിൽ നിയാസിനെ നിർത്താമായിരുന്നുവെന്നും ന്യൂനപക്ഷ വോട്ടുകൾ കുറവുള്ള പാറോപ്പൊടിയിൽ മത്സരിപ്പിച്ചത് BJPയെ വിജയിപ്പിക്കാനെന്നുമാണ് കോൺഗ്രസിൽ നിന്നു തന്നെ ഉയരുന്ന ആരോപണം. തോൽവിയുടെ പേരിൽ പാർട്ടിയിലെ നിഷ്കളങ്കരായ പ്രവർത്തകരെ ബലിയാടാക്കരുതെന്നും BJPയുമായി അണിയറ ബന്ധമുണ്ടാക്കിയവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ പക്ഷം. KPCC ജനറൽ സെക്രട്ടറി പദവി വഹിക്കുന്ന വ്യക്തി മത്സരിക്കുമ്പോൾ DCC നേതൃത്വം കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കാമായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. വരുന്ന DCC നേതൃയോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.